കുട്ടനാട് ചമ്പക്കുളത്തുള്ള യൂണിവേഴ്സിറ്റി കൾച്ചറിലാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള കള്ള് ഷാപ്പാണ്. കുട്ടനാടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കള്ള് ഷാപ്പാണ്. നമ്മുടെ അമേരിക്കൻ ജംഗ്ഷനുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പേരുകളാണ് ഇവിടുത്തെ പല ഈ ക്യാബിനുകളിലുള്ള ഹട്ടുകളിലുള്ള. ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലോറിഡയിലാണ്. അതുപോലെ ഒരുപാട് ഹട്ടുകളുണ്ട്. നല്ല നമ്മൾ ഒരു കരിമീൻ്റെ തവാ ഫ്രൈ ആണ്. തവാ ഫ്രൈ ഇത് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇത് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ വിലയൊക്കെ തിരക്കിയിട്ട് കഴിക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, വിലയൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ, അത് കുഴപ്പമില്ല, നമുക്ക് നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കഴിക്കുന്നതിന് മുമ്പ് വില ചോദിച്ചിട്ട് കഴിക്കുക. അല്ലെങ്കിൽ ബില്ല് വരുമ്പോൾ കണ്ണ് തല്ലിക്കും. കഴിച്ചു നോക്കണ്ട. നല്ല ചൂട്. എന്തോ കപ്പ, അപ്പം, പൊറോട്ട. കപ്പ രണ്ട് കപ്പ. പിന്നെ കറിയായിട്ട് ബീഫ് കറി, ബീഫ് ഫ്രൈ, താറാവ്, പന്നി, കക്കാറച്ചി, മീൻകറി. എന്തോ മീൻകറി? ഏട്ടക്കറിയാണ്. എന്തോ അതാ ഒരു ബീഫ് കറി. ബീഫിന്റെ എന്താ കറിയാണോ? ബീഫ് കറിയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ്. കൊഞ്ച് വലുതും ചെമ്മീൻ ചേർന്നത്. പിന്നെ ആണോ ഒരു ബീഫ് കറിയോ? ഒരു ബീഫ് കറി. ബീഫ് കറി അല്ല, ബീഫ് ഫ്രൈയോ? ബീഫ് ഫ്രൈ, ഒരു താറാവ് കറി, 2 കപ്പ്. ഒരു താറാവും 2 കപ്പ്. പിന്നെ ഒരു കള്ള്. പിന്നെ കരിമീനുണ്ട്, വരാലുണ്ട്, കണവ ഫ്രൈ ഉണ്ട്, മുയൽ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. സ്പെഷ്യൽ ഇതൊക്കെ. എന്താ വല്ലതും വേണോ? ഇത് കഴിച്ചിട്ട് കരിമീൻ കുറുക്കി പൊള്ളിക്കുക. കഴിച്ചിട്ട് കേട്ടോ. ഈ കരിമീൻ പൊള്ളിച്ചതിനകത്തോ? ശരി. കരിമീൻ പൊള്ളിച്ചില്ല, പിന്നെ കരിമീൻ കുറുക്കി പൊള്ളിക്കുക. തേങ്ങാപ്പല്ലാത്ത നമ്മൾ ചെയ്യും. വേറെ ഫ്രൈ അതല്ല നമ്മൾ ഉദ്ദേശിച്ച പൊള്ളിക്കുന്ന ഇല പൊള്ളിച്ചില്ല. ഇല്ലല്ലേ? പിന്നെ നല്ല തവ ഫ്രൈ ആയിട്ട്, നല്ല തവ ഫ്രൈ ആയിട്ട് നല്ല ഫ്രൈ. അതിനെത്ര തവ ഫ്രൈ? ഫ്രൈ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇതിന്റെ തൂക്കം അനുസരിച്ചാണ് ചാർജ് ചെയ്യുന്നത്. എന്നാലും ഒരു റേറ്റ് എത്ര? 500 രൂപ വേണം. 500 രൂപ കഴിച്ചിട്ട് പറയാം. ഇവക്ക് ഞാൻ ചോദിച്ചേ മീൻ അപ്പൊ ഈ പൊള്ളിച്ച സാധനം വേണമെന്ന് പറഞ്ഞു. അത് നോക്കട്ടെ, ഇത് കഴിച്ചിട്ട്. Hallelujah.
കറി കുഴപ്പമില്ല. ഇച്ചിരി റബ്ബർ പോലെ ചാറി കുഴപ്പമില്ല, ഗ്രേവി കുഴപ്പമില്ല. പക്ഷെ താറാവിന് കട്ടിയോ ബീഫ് ഫ്രൈ ആണ്. ബീഫ് ഫ്രൈയും ചിലതൊക്കെ നല്ല സോഫ്റ്റ്, പക്ഷേ ചിലത് വരാൻ വലിയ പാടാണ്. ചിലത് കൊള്ളാം, ചിലത് സോഫ്റ്റ് അല്ല. കുഴപ്പമില്ല, മസാല കൊള്ളാം. ബീഫ് ഫ്രൈക്കകത്ത് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അടിപൊളി സെറ്റാക്കി ആയിരുന്നു കേട്ടോ. എൻ്റെ മസാലയൊക്കെ കൊള്ളാം, പക്ഷെ ചില പീസൊക്കെ ബീഫ് ഫ്രൈയുടെ പീസൊക്കെ റബ്ബർ പോലെ ആയിപ്പോയി. ചിലതൊക്കെ നല്ല സോഫ്റ്റായിരുന്നു. ഇവിടുത്തെ കിച്ചൺ അടിപൊളിയാണ് കേട്ടോ, വളരെ വൃത്തിയുള്ള കിടിലൻ കിച്ചണാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിനകത്ത് കയറി അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കാണാൻ പറ്റും, ലൈവായിട്ടെല്ലാം കാണാൻ പറ്റും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. മറ്റുള്ള ഷാപ്പുകളിലൊക്കെ ഇത്ര നല്ല കിച്ചണുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. പല ഷാപ്പുകളിൽ നമ്മളെ ഈ പാചകം ചെയ്യുന്ന സ്ഥലത്തോട്ടൊന്നും കയറ്റാറില്ല. പക്ഷേ ഇത് ഓപ്പണാക്കി ഇട്ടിരിക്കുകയാണെന്ന് നമുക്ക് അവിടെ പോയി ഭക്ഷണം കണ്ട് ഏത് വേണമെന്ന് നമുക്ക് പറയാം. അത്രയ്ക്ക് നീറ്റാണ്, വൃത്തിയുണ്ട്, അടിപൊളിയാണ്. ചൂട് അപ്പവും കരിമീനൂടെ കഴിച്ചിട്ട് ഞങ്ങൾ കരിമീനും അതാണ് ഞാനാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കരിമീൻ പൈസ കൊടുത്ത് വാങ്ങി കഴിയും. പൈസ കൊടുത്ത് വാങ്ങി കഴിയുന്നത് നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിനടുത്തൊക്കെ കരിമീൻ കിട്ടും, നമ്മൾ വീശുന്ന സമയത്തൊക്കെ കരിമീൻ കിട്ടുന്നതുകൊണ്ട് തീയാട്ട് കഴിച്ചിട്ടുണ്ട്. കാശ് കൊടുത്ത് ഇത്രയും വലിയൊരു കരിമീൻ മേടിച്ച് കഴിക്കുന്നതായിരിക്കും സംഭവം കൊള്ളാം. ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ കഴിക്കാം, പിന്നെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ്. 500 രൂപയുടെ മേളിൽ പോകാൻ ചാൻസ് ഉണ്ട്. സംഭവം കൊള്ളാം.